ഖുറാൻ ബാൻ ചെയ്യുക, പള്ളികൾ ബാൻ ചെയ്യുക, ഇവർ പറയുന്ന ഇമാമിങ്ങളെ നിശ്ചയിക്കുക. അവസാനം USSR തകർന്നപ്പോൾ എന്താ സംഭവിച്ചത്? എല്ലാവരും തിരിച്ച് പള്ളിയിലായിരുന്നു. പിന്നെ ഇമാം ഖുറാൻ ഓതി പിന്നെ ജമാഅത്ത് നടക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ സംസാരം പറയുന്നത് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാകാൻ അതിന്റെ മിഷൻ ഒക്കെ രൂപീകരിക്കുന്നിടത്ത് ഒരു പ്രധാന പങ്ക് വഹിച്ച ആളാണ് ടി കെ അഷ്റഫ്. ഇതിന് ആദ്യമായി സംഭാവന എന്റെ വകയാകട്ടെ എന്ന് പറഞ്ഞ ഈ ഗ്രൗണ്ടിലെ 2 സെന്റിന്റെ പണം ഞാൻ തരാം എന്ന് പറഞ്ഞ ഗ്രൗണ്ടിന് പൈസ ആദ്യമായിട്ട് കൊടുത്ത ആളാണ് അദ്ദേഹം എന്നൊക്കെ വളരെ വൈകാരികമായി ആ ഒരു പ്രതിഷേധ സംഗമത്തിലെ ഒരു സുഹൃത്ത് സംസാരിക്കുന്നത് കേട്ടു. സൂംബ യഥാർത്ഥത്തിൽ അപകടമാണ് എന്ന രൂപത്തിൽ ഒരുപാട് പ്രമേയങ്ങൾ ആ സമയത്ത് പ്രാദേശിക സംഘടനകൾ, പ്രാദേശികമായ കമ്മിറ്റികൾ, അതുപോലെ ജില്ലാ കമ്മിറ്റികൾ, സംസ്ഥാന തലം വരെയുള്ള കമ്മിറ്റികളൊക്കെ അവരുടെ പ്രമേയങ്ങളായിട്ട് കൊടുത്തതും ഇതിനെതിരെയാണ്. എന്നിട്ടും ഇത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് പിന്നീടുണ്ടായത്. ഇതിൽ നിന്ന് പിന്നോട്ടില്ലാതെ ഈ ഒരു ആശയം ശക്തമായി നടപ്പിലാക്കാനുള്ള ശ്രമം കണ്ടപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ കുറിപ്പ് ഇട്ടുകൊണ്ട് പ്രതികരിച്ചതാണ്. വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം നടപ്പിലാക്കിയ സൂംബ ഡാൻസ്, അതുമായി ബന്ധപ്പെട്ട് ഒരധ്യാപകൻ നടത്തിയ വിമർശന പരാമർശം, ഞാനും എൻ്റെ കുട്ടിയും ഇതിൽ പങ്കെടുക്കുകയില്ല എന്നു പറഞ്ഞ, അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന പ്രഖ്യാപനം, അതിനെ തുടർന്നുണ്ടായ ചർച്ചകൾ, ആ ചർച്ചകളെ അനുകൂലിച്ചുകൊണ്ട് ധാരാളം ആളുകൾ ഞാൻ അഷ്റഫ് സാറിനോടൊപ്പം ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാടാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായത്, അദ്ദേഹത്തിൻ്റെ വാദം കേൾക്കാൻ തയ്യാറായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാനുള്ള സമയം അനുവദിച്ചില്ല എന്നു തുടങ്ങി ധാരാളം കമൻറ്റുകൾ, ധാരാളം എഴുത്തുകൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുകയാണ്. അതോടൊപ്പം അതിൻ്റെ ഒരു മറുവശത്ത് എന്തിനാണ് ഒരു ഡാൻസിനെ ഇത്രയധികം വിമർശിക്കാൻ? കുട്ടികൾ കളിച്ചോട്ടെ, അവർ ആഹ്ലാദിച്ചോട്ടെ, സന്തോഷിച്ചോട്ടെ, അതിന് ഇങ്ങനെ മതപരമായി അതിനെ നോക്കിക്കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന മറ്റു ചില ആളുകളെയും നമ്മൾ കാണുകയാണ്. സൂംബക്കെന്താ കുഴപ്പം എന്ന ചോദ്യമാണ് അവരിൽ പല ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പോട്ട്ലൈറ്റിൻ്റെ എപ്പിസോഡിൽ ഈ കുറിപ്പ് എഴുതിയ അഷ്റഫ് സാറ് തന്നെ ഈ സ്പോട്ട്ലൈറ്റിൻ്റെ വേദിയിൽ വെച്ച് അദ്ദേഹം നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. അത് വിദ്യാലയങ്ങൾ ഇത് നടപ്പിലാക്കുമ്പോൾ അത് കുട്ടികൾക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കാരണം ഡാൻസ് കളിക്കാൻ അറിയാത്ത, ഇത്തരം ആക്ടിവിറ്റികളിൽ ഇടപെടാത്ത ധാരാളം ആളുകൾ ഉണ്ടാകും. ഈ ആളുകൾക്ക് ഇത് കളിക്കുമ്പോൾ, ആളുകളുടെ മുമ്പിൽ തൻ്റെ ശരീരം പ്രദർശിപ്പിക്കുമ്പോൾ, അത്തരം ആക്ടിവിറ്റികളിൽ ഇടപെടുമ്പോൾ അതുണ്ടാക്കുന്ന വലിയ ഒരു മാനസിക പ്രശ്നമുണ്ട്. ഇത് സ്കൂളിൽ നടപ്പിലാക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിന്നുകൂടെ എന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ വിട്ടുനിൽക്കാൻ അങ്ങനെ സാധിക്കുന്ന സാഹചര്യമുണ്ടോ? സാഹചര്യമുണ്ടാവില്ല. എല്ലാ കുട്ടികളും അതിൽ പങ്കെടുക്കുന്നു. എനിക്കതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല, എനിക്കത് കളിക്കാൻ അറിയില്ല. ഒന്നുകിൽ ചിലപ്പോൾ ശാരീരിക പരിമിതികളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൾച്ചറൽ എലമെൻ്റ് കാരണത്താൽ അതിലെ കൾച്ചറൽ എലമെൻ്റ് എനിക്ക് താല്പര്യമില്ല എന്നതാകാം. മതപരമായ വിശ്വാസങ്ങൾ എനിക്ക് അതിനോട് യോജിക്കുന്നതല്ല എന്ന കാരണമാകാം. കാരണങ്ങൾ എന്താണെങ്കിലും അതിൽ നിന്ന് ഒരാൾ വിട്ടുനിൽക്കുമ്പോൾ 30 കുട്ടികളുള്ള ഒരു വിദ്യാലയത്തിൽ ഒരു കുട്ടി മാത്രം അല്ലെങ്കിൽ 2 കുട്ടികൾ മാത്രം വിട്ടുനിൽക്കുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദവും അതും നമ്മൾ കാണാതെ പോകാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾക്ക് വിട്ടുനിൽക്കാൻ സാധിക്കാത്ത, രക്ഷിതാക്കൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് പോലും മാറി നിൽക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക്, ഒരു നിർബന്ധിക്കലിലേക്ക് അത് കടന്നു വരുന്നു എന്നൊരു പ്രശ്നം തീർച്ചയായും സ്പോട്ട്ലൈറ്റ് ഉന്നയിച്ചിരുന്നു. എങ്കിലും ഈ സൂംബ വെറുമൊരു ഡാൻസ് അല്ലേ, അത് പാട്ട് വെച്ചുകൊണ്ടുള്ളൊരു കായിക അഭ്യാസമല്ലേ, ഒരു കായിക വിനോദമല്ലേ, അതുകൊണ്ട് മാനസിക സമ്മർദ്ദം ഇല്ലാതാകുന്ന സാഹചര്യമില്ലേ എന്ന ഒരു ജെന്യൂനായ ഒരു ചോദ്യം അത് തീർച്ചയായും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് തന്നെയാണ്. ഒരു മതപരമായ ഒരു കാരണം കൊണ്ട് മാത്രമാണോ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? തീർച്ചയായും മതപരമായി ഒരാൾക്ക് അതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വിട്ടുനിൽക്കാനുള്ള അനുവാദം കൊടുക്കണം. കാരണം നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടേതും സ്വീകരിക്കുക എന്നതല്ലല്ലോ, ഒരാളുടേത് എല്ലാവരും സ്വീകരിക്കുക എന്നുള്ളതല്ല. മറിച്ച് ഓരോരുത്തർക്കും അവനവന് യോജിക്കാവുന്നതിൽ യോജിക്കാനും വിയോജിക്കാവുന്നതിൽ യോജിക്കാനുമുള്ള അവസരമൊരുക്കി കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം സമ്പൂർണ്ണമാകുന്നത്. പഴയ ജനാധിപത്യ കാഴ്ചപ്പാടിൽ നിന്ന് അല്പം കൂടി വ്യത്യസ്തമായി പുതിയ ജനാധിപത്യ കാഴ്ചപ്പാടിൽ അഭിപ്രായ ഭിന്നതയുള്ള ഒരാൾ, വിയോജിച്ചു നിൽക്കുന്ന ഒരാൾ, അത് ഒരാളാണെങ്കിലും അയാളുടെ വിയോജിപ്പ് കൂടി പരിഗണിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം നമ്മളോട് ആവശ്യപ്പെടുന്നത്, മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പോൾ വിയോജിപ്പുകൾ ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായും സ്വാഭാവികമാണ്. എങ്കിലും ചില ചോദ്യങ്ങൾ കൂടി നമ്മളിവിടെ അഡ്രസ്സ് ചെയ്തു പോകേണ്ടതുണ്ട്. സൂംബ വെറുമൊരു കായിക വിനോദമായി മാത്രം കണ്ടാൽ പോരെ എന്നൊരു ചോദ്യം ഇവിടെ ബാക്കിയുണ്ട്. തീർച്ചയായും ഈ സൂംബയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം, അത് സൂംബ എന്നുള്ളത് മാത്രമല്ല
ഇങ്ങനെ ഒരു വിഷയം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൊന്തി വന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പല തരത്തിലുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ ഈ സൂംബയുടെ വിഷയത്തിൽ തന്നെ ലിബറൽ ഫാസിസം, ഇന്ന് എല്ലാവരും സംസാരിക്കാൻ ലിബറൽ ഫാസിസം എന്ന് പറയുന്ന ഒരു വേർഡ് സാധാരണക്കാരികൾക്ക് മനസ്സിലായി. ഇങ്ങനെ ലിബറൽ ഫാസിസം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലിബറൽ ഫാസിസം സൂംബ എന്നുള്ളത് അടിച്ചേൽപ്പിക്കുകയാണ്. അതൊരു ടൈപ്പ് ഓഫ് ലിബറൽ ഫാസിസമാണെന്ന് പറയുമ്പോൾ ലിബറൽ ആൻഡ് ഫാസിസം രണ്ടും നമ്മൾ ചിലപ്പം ഓക്സിമറോൺ എന്ന് പറയേണ്ടി വരും. അത് രണ്ടും വിരുദ്ധമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ലിബറലിസം എന്ന് പറഞ്ഞാൽ എല്ലാം തുറന്നിടുന്ന, എല്ലാത്തിനെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും സ്വീകരിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ലിബറലിസത്തെക്കുറിച്ച് സംസാരിക്കുക. ഫാഷിസം എന്ന് പറയുമ്പം നേരെ മറിച്ച് ഒരു നാരോ ഡൗൺ ആയിക്കൊണ്ട് പിന്നെ അങ്ങനെ ഒരു അതറൈസ് ചെയ്യുന്ന പിന്നെ ആ തരത്തിലുള്ളൊരു ഐഡിയോളജി എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു സൂംബ വിഷയം വന്നതോടുകൂടി തന്നെ ആ സൂംബ വിഷയത്തിൽ ഞാൻ വിട്ടു നിൽക്കുന്നു, ഞാനും എൻ്റെ മകനും വിട്ടു നിൽക്കുന്നു. അങ്ങനെ സ്കൂളിൽ എല്ലാവരും കളിക്കണം എന്ന് പറയുമ്പോൾ എനിക്കതിൽ താല്പര്യമില്ല എന്നൊരു അധ്യാപകൻ പറയുമ്പോൾ അവിടെ എതിർക്കാൻ ഇവിടെയുള്ള ലിബറലുകളായിട്ടുള്ള പിന്നെ ഇടതുപക്ഷത്തു നിന്നുള്ള ആൾക്കാരും ഫാഷിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ അതിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന സംഘികളായിട്ടുള്ള അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ആൾക്കാരും ഒരുമിച്ച് എതിർക്കുന്നു എന്നുള്ളതാണ് ഇതിലെ രസം. രണ്ടുപേർക്കും എതിർക്കാനുള്ള സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. ലിബറൽ ഫാസിസം എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും എതിർക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ നമ്മൾ പിന്നെ ചാനൽ ചർച്ചകളിലൊക്കെ ഒരുപാട് ചാനൽ ചർച്ചകളൊക്കെ നടന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിങ്ങനെ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ജസ്റ്റ് ഒരു ഡാൻസ് അല്ലേ, കുട്ടികൾ കളിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഇത്ര വലിയ കുഴപ്പം, ഇതാണ് ഒരു സൈഡിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ പറയും പിന്നെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ കാണാൻ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മതപരമായിട്ടും കൾച്ചറലിയും സാംസ്കാരികമായിട്ടൊക്കെ ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ഓരോ എലമെൻറ്റും ഞങ്ങൾക്ക് പ്രശ്നമാണ്. എണ്ണി പറയുകയാണെങ്കിൽ അതിലുള്ള പിന്നെ ഡാൻസ് ആണെങ്കിലും അതിലുള്ള മ്യൂസിക് ആണെങ്കിലും ഓരോന്ന് വസ്ത്രധാരണമാണെങ്കിലും ഒക്കെ ഞങ്ങൾ പറയും. അതല്ല ഇത് മൊത്തമായിട്ട് തന്നെ അത് ഞങ്ങൾക്ക് കൾച്ചറലി പിന്നെ അങ്ങനെ സമ്മതിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് എന്ന് നമ്മൾ പറയുമ്പം ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുമ്പോൾ തിരിച്ച് പറയാൻ ഇതൊരു എയ്റോബിക് എക്സസൈസ് അല്ലേ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? കുട്ടികൾ അടുത്ത തലമുറയല്ലേ. അപ്പോൾ അവർക്ക് പിന്നെ എന്താണ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമല്ലേ. അങ്ങനെ എക്സസൈസ് ചെയ്ത് സ്ട്രെസ് ഒഴിവാക്കി അങ്ങനെ ലഹരി ഇല്ലാണ്ടാക്കാം എന്ന് പറയുന്നൊരു ഒരു ഉട്ടോപ്യൻ രീതിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ നിലക്കുള്ളൊരു ഇതാണ് അവർ പറയാം. ഒരു സൈഡിൽ ഇത് ഡാൻസ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എയ്റോബിക് എക്സസൈസ് അല്ലേ, നിങ്ങൾ വ്യായാമത്തിനെതിരാണോ ഇതൊക്കെയാണ് പിന്നെ ചാനൽ ചർച്ചയിലൊക്കെ ചോദിക്കുക. അപ്പോൾ അതിലൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റോബിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിനും അല്ലെ നമ്മുടെ ഹൃദയത്തിനൊക്കെ പിന്നെ അതിൻ്റെ ബ്ലഡ് വെസൽസിനൊക്കെ ഒരുപാട് ഗുണം ഉണ്ടാകുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ എക്സസൈസുകൾ എന്ന് പറഞ്ഞാൽ അത് സൂംബ മാത്രമല്ല എന്നുള്ളതാണ് വിഷയം. സൂംബ മാത്രമല്ല, ഫുട്ബോൾ എയ്റോബിക് എക്സസൈസാണ്, ക്രിക്കറ്റാണ്, ടെന്നീസാണ്, അങ്ങനെ നമുക്ക് പലതരം ഉണ്ട്. ഇവിടെ സംഭവിച്ചെന്താണ്, സൂംബ എന്ന് പറയുന്ന പിന്നെ ഒരു ലാറ്റിൻ അമേരിക്കൻ കൾച്ചറിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരുപാട് നമ്മൾക്ക് വിയോജിക്കാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളിലൊരു സംഗതി ഒരു സർക്കാർ ആരുടെയോ ഒരു നിർദ്ദേശപ്രകാരം പെട്ടെന്ന് ഇമ്പോസ് ചെയ്യുകയാണ്, സ്കൂളുകളിലേക്ക് കൊണ്ടുവരികയാണ്. ആരും നിർബന്ധിതമായി നിങ്ങൾ കളിച്ചിരിക്കണം, കുട്ടികളെല്ലാവരും കളിച്ചിരിക്കണം, രക്ഷിതാക്കൾക്ക് അതിൽ ചോയ്സ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പം അത് പിന്നെ ഈ പറഞ്ഞ പോലെ എയ്റോബിക് എക്സസൈസ് എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ലല്ലോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ചില ആൾക്കാർ പറയല്ലോ ഈ പിന്നെ ഒക്ടോബർ 7 ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് തുടങ്ങിയത് എന്ന് പറയുമല്ലോ. അങ്ങനെ പറയുന്ന ആൾക്കാരുടെ ചരിത്രബോധം എത്രയാണ്? അതേപോലെയാണ് സൂംബ എന്ന് പറയുമ്പം സൂംബയാണ് എന്തോ പുതിയ വിഷയമായി വന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ. യഥാർത്ഥത്തിൽ സൂംബയിലല്ല ഇത് തുടങ്ങിയത്. സൂംബ എന്ന് പറയുന്നത് കണ്ടിന്യൂഷനാണ്. ഒരുപാട് ലിബറൽ ആശയങ്ങൾ ഒരു സൊസൈറ്റിയിലേക്ക് കുത്തിവെക്കുന്നതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ മാത്രമാണ് സൂംബ. അതൊരു തുടക്കം അല്ലെ തുടർച്ചയാണ്. അതിൻ്റെ മുമ്പിലോട്ട് ബാക്കോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ പല കാര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ സ്പോട്ട്ലൈറ്റിൽ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഒരു ഡാർക്ക് ഹിസ്റ്ററി ഉള്ള ഒരു സംഗതി, ക്വീർ തിയറി, LGBTQ ഐഡിയോളജി, ഒരു തരത്തിലും ശാസ്ത്രീയമായി യാതൊരു അടിത്തറയും ഇല്ലാത്തൊരു സംഗതി. അത് സ്കൂളുകളിലേക്ക് കൊണ്ടുവരുന്നു. ബാലുശ്ശേരിയിലെ ഒരു സ്കൂളിലേക്ക് പിന്നെ നാളെ മുതൽ എല്ലാവരും പിന്നെ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡ് ഇട്ട് വരണം, ആൺകുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികളുടെ വസ്ത്രം ഇട്ട് വരണം ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു സംഗതി കൊണ്ടുവരുന്നു. ഇത് പിന്നെ ചർച്ചയാവുന്നു, എന്ന് പിന്തിരിയുന്നു, സർക്കാരിൽ നിന്ന് പിന്തിരിയുന്നു. ഇത് ഒരു വശത്ത് നടക്കുകയാണ്. പിന്നെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അവർ പറഞ്ഞൊരു കാര്യം എന്താ, ഡോക്ടർ ബിന്ദു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള നോർമറ്റീവായിട്ടുള്ള സൊസൈറ്റിയെ പൊളിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും വളരെ യാദൃശ്ചികമായി വരുന്നതല്ല, കൃത്യമായിട്ടുള്ള പിന്നെ ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള അവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഇത് സ്കൂളിൻ്റെ കേസ് പറഞ്ഞു. സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റാണ്. അതിൻ്റെ കേസ് പറഞ്ഞു. ഇനി നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു പ്രതിഭാസമാണ് പിന്നെ കോഴിക്കോടാണെങ്കിലും കൊച്ചിയിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും നൈറ്റ് ലൈഫുകൾ
ഭയങ്കര പ്രൊമോട്ട് ചെയ്യുക. ആരെന്നെ ഇത് സർക്കാർ തന്നെ പ്രൊമോട്ട് ചെയ്യാണ്. സർക്കാർ ഇതിന് എല്ലാ വിധത്തിലുള്ള പ്രൊമോഷനും കൊടുക്കുകയാണ്. നൈറ്റ് ലൈഫിനെതിരെ ഇപ്പോൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സ്റ്റുഡൻസിൻ്റെ ഭാഗമായിക്കൊണ്ട് ഡോക്ടർ ഷഹബാസ് നമ്മുടെ ഒരു പ്രതിനിധി അവർ പിന്നെ തിരുവനന്തപുരത്ത് ലഹരിക്കെതിരെ സർക്കാർ വിളിച്ച ഒരു പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. അവിടെ പോയി സംസാരിക്കാനുള്ള സമയത്ത് ലഹരിക്കെതിരെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ അടക്ക് നൈറ്റ് ലൈഫ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതത്ര നല്ലതല്ല. കാരണം നൈറ്റ് ലൈഫിലൂടെ ഒരുപക്ഷെ ലഹരി കൈമാറ്റം നടന്നേക്കാം, അതിനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം മുഖ്യമന്ത്രി അതിന് മറുപടി പറയാണ്, അങ്ങനെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നൈറ്റ് ലൈഫൊന്നും വേണ്ട, അങ്ങനെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്ന് തിരിച്ചു പറയാണ്. അപ്പോൾ ഇതൊരു അജണ്ടയാണ്. ഇപ്പോൾ നൈറ്റ് ലൈഫ് മാത്രമല്ല, ഇപ്പോൾ സമൂഹത്തിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങരനെ പോലെയുള്ള ആൾക്കാർ, ലോകസഞ്ചാരി, നമ്മളെല്ലാവരും ആ നിലക്ക് മൂപ്പരെ ആ രീതിയിൽ കാണും. പക്ഷേ അതേസമയം അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ സർക്കാരിൻ്റെ ബോഡികളിലടക്കം കൊണ്ടുവന്നുകൊണ്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഈ പക്കാ ലിബറലിസമാണ്. ഇവിടെ പിന്നെ താലൂക്ക് തോറും എന്താണ് സെക്സ് വർക്ക് വേണം എന്ന് പറയുമ്പം അല്ലേ, ഇവിടെയുള്ള മനുഷ്യന്മാർ ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അവരുടെ ഈ ഫ്രസ്ട്രേഷൻ ഒഴിവാക്കാൻ, ലൈംഗികമായിട്ടുള്ള ഇത് ഒഴിവാക്കാൻ വേണ്ടി, ഇവിടെയുള്ള പീഡനങ്ങൾ കുറക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണ്? എല്ലാ താലൂക്കിലും ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ സെൻറ്റർ കൊണ്ടുവരിക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്ന ആളുകളെ സർക്കാരിൻ്റെ ബോർഡുകളിലേക്ക് കൊണ്ടുവരിക. മൈത്രേനെ പോലെയുള്ള ആൾക്കാർ, ഈ കഞ്ചാവ് ലീഗലൈസ് ചെയ്യുക, MDMA ലീഗലൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അവർ സ്വൈര്യവിഹാരം നടത്താൻ കേരളത്തിൽ അവർക്ക് യാതൊരു പിന്നെ എതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, ഒരു തടയലില്ല എന്നുള്ളതും കാണാൻ പറ്റും. ഈവൻ നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP അദ്ദേഹം റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, കഞ്ചാവൊക്കെ പിന്നെ കുറച്ചൊരു മയത്തിൽ ലീഗലൈസ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു അജണ്ടൻ്റെ ഭാഗമാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ ലഹരിക്കെതിരെയാണല്ലോ പറയുന്നത്. ബാറുകളുടെ അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ ബാറുകൾ UDFൻ്റെ ഭരണം, ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടി എന്നുള്ള എനിക്ക് പറയല്ല, ഇപ്പോൾ ഉള്ള സർക്കാർ വരുന്ന അതിൻ്റെ ആദ്യ ഭാഗത്ത് അവർ വരുമ്പം എത്ര ബാറുകൾ കേരളത്തിലുണ്ടായിരുന്നു, ഇപ്പോൾ എത്ര ബാറുകൾ തുറന്നിട്ടുണ്ട്, മദ്യശാലകൾ തുറന്നിട്ടുണ്ട്. പബ്ബുകൾ, നമ്മുടെ ഇവിടെയുള്ള IT പാർക്കുകളിലേക്ക് പബ്ബുകൾ പിന്നെ തുറക്കാനുള്ള അനുമതി കൊടുക്കുക, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒരു കൾച്ചർ ഉണ്ടാക്കുക, ഇവിടെയുള്ള പ്രൊഫഷണൽസിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതൊരു അജണ്ടൻ്റെ ഭാഗമാണ്. ആ അജണ്ടൻ്റെ ഭാഗമായി വന്ന ഒന്ന് മാത്രമാണ് സൂംബ എന്നുള്ളത്. അതല്ല തുടക്കം, അതൊരു തുടർച്ചയാണ്. ഈവൻ നമ്മുടെ ആൻറ്റി ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ കരിയറിസം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണോ പിന്നെ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത് ചോദിക്കുമല്ലോ. അതിൽ പിന്നെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫാമിലി എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാക്കലല്ല, മറിച്ച് പിന്നെ നമ്മളെ കരിയറാണ് പ്രധാനം. കരിയർ പ്രധാനം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ കരിയറിനെ ഓറിയൻറ്റഡ് ആയിട്ട് ഫാമിലി ഉണ്ടായിക്കോട്ടെ എന്നുള്ള തരത്തിലുള്ളൊരു നെറേറ്റീവ് ഉണ്ട്, ലിബറൽ നെറേറ്റീവ്. അതിനെ പുഷ് ചെയ്യുന്നത് ഇവിടെയുള്ള പിന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ Facebook പേജുകളാണ്, Instagram പേജുകളാണ്. ആ നിലക്ക് ഒരുപാട് രീതിയിൽ പിന്നെ മൾട്ടി ഫേസറ്റഡ് ആയിക്കൊണ്ട് പല രീതിയിൽ എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള സാംസ്കാരികമായിട്ടുള്ള എലമെൻറ്റുകളെ തച്ചുടക്കാൻ വേണ്ടി ട്രഡീഷണൽ ഇവിടെയുള്ള സംസ്കാരത്തെയും മതത്തെയൊക്കെ പിന്നെ നോക്കൂ. സന്തോഷ് ജോർജ് കുളങ്ങരനെ പോലെയുള്ള ആൾക്കാർ ഈ ഗവൺമെൻറ് ബോഡിയിൽ വരുന്ന അവർ പിന്നെ പച്ചക്ക് പറയുന്നുണ്ട്, മതം എന്ന് പറഞ്ഞാൽ പൊട്ടത്തരമാണ്, മതത്തിൻ്റെ ആളുകൾ മണ്ടന്മാരാണെന്ന് പറയുന്ന ആൾക്കാർ സർക്കാരിൻ്റെ ബോഡിയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ ഇതൊരു പിന്നെ യാദൃശ്ചികമായി വരുന്നൊരു സംഗതിയല്ല, ഇതൊരു കണ്ടിന്യൂഷനാണ്. അപ്പം സൂംബ എന്ന് പറയുന്നൊരു വിഷയം വന്നപാടെ നിങ്ങൾ കയറി ഇടപെട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഒരുപാട് ഈ കഴിഞ്ഞ ഓരോ വിഷയങ്ങളിലും നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇടപെട്ടപ്പോഴാണ് എന്ത് ചെയ്തത്, തിരിഞ്ഞു നടക്കാൻ അവർക്ക് ഏതെങ്കിലും വിഷയത്തിൽ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക നമുക്കറിയാം. ഇത് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് നമുക്കറിയാം. ഇത് ഇവിടെ മാത്രമല്ല, ഇപ്പോൾ USSRലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ്, ഞാൻ ആ ഒരു ആശയപരമായി മാത്രം പറയല്ല, USSR എന്ന് പറയുമ്പോൾ അവിടെ കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു വിപ്ലവം അവിടെ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ USSRൻ്റെ ഭാഗമായി എന്ന് മാറിയ പിന്നെ പല രാജ്യങ്ങൾ, ഇന്ന് നമ്മൾ തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നൊക്കെ പറയുന്ന കുറേ രാജ്യങ്ങളുണ്ടല്ലോ. ആ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അത്രയേറെ ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ മതം പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, പിന്നെ എന്താണ് ഖുറാൻ ബാൻ ചെയ്യുക, പള്ളികൾ ബാൻ ചെയ്യുക, പിന്നെ ഇമാമിങ്ങളെ, ഇവർ പറയുന്ന ഇമാമിങ്ങളെ നിശ്ചയിക്കുക, ആ നിലക്കൊക്കെ ചെയ്തിട്ട് അവസാനം USSR തകർന്നപ്പോൾ എന്താ സംഭവിച്ചത്? എല്ലാവരും തിരിച്ച് പള്ളിയിൽ വരുന്നു, പിന്നെ ഇമാമ് ഖുറാൻ ഓതി പിന്നെ ജമാഅത്ത് നടക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ കുറേ സംഗതികൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ തകരും, മതമൊക്കെ ഇല്ലാണ്ടാവും. ഞങ്ങൾ പിന്നെ ഇങ്ങനെ കുറേ ആരും കാണാതെ ഇൻഡയറക്റ്റ്ലിയും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മതം ഇല്ലാണ്ടാവും എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പിന്നെ നടക്കാത്ത സംഗതികൾ മാത്രമാണ്. ഇപ്പോൾ അൽബേനിയ, USSR മാത്രം, അൽബേനിയ എന്ന് പറയുന്നത് ആദ്യമായി എയ്ത്തിസ്റ്റിക് നേഷൻ, നിരീശ്വരവാദ രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രമാണ്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നിടത്ത് പിന്നെ അവിടെ ഉണ്ടായിരുന്ന പള്ളികളും പിന്നെ മദ്രസകളും അതൊക്കെ തച്ചുടച്ച് ആ പള്ളികളിലുണ്ടായിരുന്ന സംഗതികൾ ഒരു മ്യൂസിയമാക്കി മാറ്റി, എയ്ത്തിസത്തിൻ്റെ മ്യൂസിയം, അതായത് ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടെയുള്ള മതങ്ങളെ ഇല്ലായ്മ ചെയ്തത് എന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പഠിക്കാൻ വേണ്ടി അങ്ങനെ മ്യൂസിയം വരെ ഉണ്ടാക്കിയ രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? അവിടുത്തെ നിരീശ്വരത്തിൻ്റെ അവസ്ഥ എന്താണ്? തകർന്ന് തരിപ്പണമായിപ്പോയി. അപ്പോൾ അതിൽ നമ്മൾക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യൂ ആണുള്ളത്. ഇതിങ്ങനെയൊക്കെ ഇവർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇവിടെ പ്രതിരോധം ഉണ്ടാവും.
ആ പ്രതിരോധം പിന്നെ ചെയ്യുന്ന സമയത്ത് അവിടെ പിന്നെ ഏതെങ്കിലും രീതിയിൽ അങ്ങനെയൊക്കെ പ്രതികരിക്കണമെന്ന് പറയുന്നത്, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത് ഒന്ന് പുനഃപരിശോധിക്കേണ്ടതാണ് തോന്നുന്നത്. ഈ ഇവിടെ ഹിലാൽ സൂചിപ്പിച്ച ഒരു വ്യക്തി സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹത്തിൻ്റെ പല നാടുകളിൽ പോയുള്ള അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കാറുണ്ട്. അവിടെയുള്ള റോഡുകൾ, അവിടെയുള്ള പാലങ്ങൾ, യാത്രാ സംവിധാനങ്ങൾ, കാഴ്ചകൾ ഒക്കെ അദ്ദേഹം പങ്കുവെക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാന കാര്യം, അവിടെയൊക്കെ ആളുകൾക്ക് ആവശ്യമുള്ളപ്പോൾ സമീപിക്കാവുന്ന സെക്സ് വർക്കേഴ്സ് ഉണ്ട്, റെഡ് സ്ട്രീറ്റുകളുണ്ട്. നമ്മുടെ ഇവിടെ അത് റെഡ് സ്ട്രീറ്റുകൾ വ്യാപകമാകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഈ വിഷയത്തെ, സൂംബ ഒരു ഡാൻസ് അല്ലേ, ഡാൻസ് ആണെങ്കിൽ അത് ഞങ്ങൾ എന്തിനാണ് വലിയ എതിർപ്പ് കാണിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ആശയങ്ങൾ. കഞ്ചാവ് മാത്രമല്ല, MDMA ലീഗലൈസ് ചെയ്യണമെന്ന് പറയാണ്. അതേപോലെ തന്നെ മതങ്ങൾ ഇവിടെ ഉണ്ടായാൽ അത് നാശമാണ് എന്ന് പറയാണ്. സാംസ്കാരികമായി ഇവിടെ അങ്ങനെ ഒരു നയങ്ങളും നിലപാടുകളൊന്നും ആവശ്യമില്ല. ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചാൽ മതി, അവനവൻ്റെ തോന്നലുകൾക്കനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന ന്യായം പറയുന്ന ആളുകളാണ്. ഒരു വേള ഇത്തരം ചർച്ചകളിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രഗത്ഭർ വന്ന് സംസാരിക്കേണ്ട വിഷയത്തിന് പകരം, അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ആളുകൾ സംസാരിക്കുന്നതിന് പകരം ഇസ്ലാം വിമർശകർ പോലും ഇത്തരം ചർച്ചകളിൽ വന്ന് മുസ്ലിങ്ങളെ, അവരുടെ വിശ്വാസം, അവരുടെ ഖുർആനിലുള്ള കാര്യങ്ങൾ, അതിനെയൊക്കെ വിമർശിക്കുന്ന, മതങ്ങൾ ഇവിടെ ഒരു പ്രശ്നമാണ് എന്ന് കാണിക്കുന്ന രൂപത്തിലുള്ള ചർച്ചകൾ വരെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തെ പ്രതികരിച്ചത്, ഇത് ഞാനും എൻ്റെ കുട്ടിയും ഇതിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞത് ഒരു അനവസരത്തിലുള്ള സംസാരമായിട്ടും വിലയിരുത്തുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുമോ? ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇങ്ങനത്തെ ഒരു വിഷയം, സുംബ ഡാൻസ് നമ്മുടെ സ്കൂളുകളിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി ഈ രൂപത്തിൽ പ്രതികരിച്ചത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK അഷ്റഫ് സാറാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, മത സംഘടനകളാവട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരുടെ സമുന്നതനായ ഒരു നേതാവിനെ ഇത്തരത്തിലൊരു പണിഷ്മെൻറ്റിന് വിധേയമാക്കിയാലുണ്ടാകുന്ന ഈ സാമൂഹിക സംഘർഷങ്ങൾ എത്രത്തോളം ആയിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വ്യതിരിക്തമാകുന്നത് എന്നൊരു സന്ദേശം ഇതിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വെച്ചാൽ എപ്പോഴും ബൗദ്ധികമായി, വൈജ്ഞാനികമായി കാര്യങ്ങളെ നേരിടുന്ന ഒരു വിഭാഗമാണ് വിസ്ഡം. കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്ലാമിക നവോത്ഥാന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടർച്ച എന്ന നിലക്ക് തന്നെ ഏതെങ്കിലും അക്രമവാസനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈകാരികമായ പ്രകടനങ്ങളോ ഈ ഭാഗത്ത് നിന്നില്ല എന്നത് ഈ മാലോകർ അറിയേണ്ട ഒരു കാര്യമാണ്. അതേ സ്ഥാനത്ത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു സ്വാഭാവികമായി പൊടുന്നനെ എടുത്തു ചാടി അതിനെ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പ്രതികരിച്ച ഒരു ശൈലിയല്ല യഥാർത്ഥത്തിൽ TK അഷ്റഫ് സാഹിബ് എടുത്തത്. മറിച്ച് നമുക്കറിയാം, നേരത്തെ ഹിലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 2021 കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ അവിടെ ഉണ്ടായിരുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം അത് നടപ്പിലാക്കിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശം വരെ ഉണ്ടായി. സ്വാഭാവികമായിട്ട് അതിൻ്റെ പിന്നിലുള്ള ആശയത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് വിസ്ഡം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും അവർ പറഞ്ഞത് ഒരു കംഫർട്ടായിട്ടുള്ളൊരു യൂണിഫോം ധരിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന രൂപത്തിൽ ഒരു ലാഘവത്വമാണ് ചാനലുകളിലും അതുപോലെ പത്രമാധ്യമങ്ങളിലും എല്ലാ ജനങ്ങളും ചോദിച്ചൊരു ചോദ്യം അതാണ്. അപ്പോഴും നമ്മൾ പറഞ്ഞു, എങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യൂണിഫോം എന്ന് പറഞ്ഞൂടെ, എന്തിനാണ് പിന്നെ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം? അപ്പോൾ അതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു ആശയമുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ശ്രമിച്ചത്. മാത്രമല്ല, അന്ന് തന്നെ ഇപ്പോൾ 2021 ഡിസംബർ 15 ആണ് ഈ സംഭവം ഉണ്ടായതെങ്കിലും അന്ന് വൈകുന്നേരം 4:25 തോന്നുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവർ ട്വിറ്ററിൽ കുറിച്ചിട്ടുള്ള ചില കുറിപ്പുകളിൽ ഒന്ന് പറഞ്ഞത് ഹെട്രോ നോർമേറ്റീവായിട്ടുള്ള ഭാരതത്തിൽ നിന്ന് സ്വതന്ത്രമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്, അതിന് പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് അവസാനം പറഞ്ഞത് ഹെട്രോ നോർമേറ്റീവായ ഭാരതത്തിൽ നിന്ന് സ്വതന്ത്രമായ വിദ്യാർത്ഥികൾ സ്വതന്ത്രമാകട്ടെ എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഉറപ്പല്ലേ, ഇപ്പോൾ ഹെട്രോ നോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വാഭാവികമായൊരു സമൂഹം നമ്മൾ കൊണ്ടു നടക്കുന്ന ധാർമ്മിക സദാചാര മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു ശൈലിയാണല്ലോ ഹെട്രോ നോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്യൂർ നോർമേറ്റീവ് ശൈലിയിലേക്ക് സമൂഹത്തെ മാറ്റണമെന്ന് യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗമാണ്, അവരാണ് പറയുന്നത്. അപ്പോൾ അവരുടെ നാവിൽ നിന്ന് തന്നെ
ആ ഒരു ആശയം പ്രകടമായി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായി മതബോധമുള്ള ധാർമ്മിക സദാചാര ബോധമുള്ള ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കെട്ടുറപ്പ് ആഗ്രഹിക്കുന്ന ഒരു പൗരൻ എന്ന നിലക്ക് ഒരു സംഘം എന്ന നിലക്ക് അതിനെ പ്രതികരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ ഒരു വൈജ്ഞാനികമായ പ്രതിരോധമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് സിമ്പോസിയങ്ങളും സെമിനാറുകളും അതുപോലെ തന്നെ നമ്മൾ ഡയലോഗ് എന്ന് പറയുന്ന പ്രോഗ്രാമുകളൊക്കെ നമ്മൾ നടത്തി. ആ നടത്തിയത് ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടു. പല രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകൾ പോലും ഈ എന്താണ് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നതിനെക്കുറിച്ച് അറിയാത്ത ധാരണയില്ലാത്ത ആളുകൾ പോലും അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് അവർ രംഗത്ത് വന്നത്. അത് കൂടുതൽ പഠിക്കാൻ അവർ തയ്യാറായി. ഇത് വലിയ നാശം വിതക്കും എന്നുള്ളത് സമൂഹത്തിന് ബോധ്യമായപ്പോൾ പിന്നീട് PTA പിന്നെ കമ്മിറ്റികളിൽ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് കരിക്കുലത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ PTA കമ്മിറ്റി ചർച്ച ചെയ്യണം. അതേപോലെ തന്നെ ജനകീയ ചർച്ചകൾ നടക്കണം. ഇങ്ങനെയൊക്കെ ആ ജനകീയ ചർച്ചകളിലും PTA കമ്മിറ്റികളിലൊക്കെ ഇതിൻ്റെ ഗൗരവവും ഭവിഷ്യത്തും ബോധ്യപ്പെട്ടപ്പോൾ എല്ലാവരും ശക്തമായി പ്രതികരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഈ സർക്കാർ ഇതിൽ നിന്ന് പിൻവാങ്ങിയെന്നാണ്. എന്നാൽ അതിലപ്പുറം 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൽ ഒരു പാഠം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ കുട്ടികളെ വീണ്ടും അതിലേക്ക് കൊണ്ടുപോകാൻ അതിൻ്റെ അപകടങ്ങൾ നമ്മൾ അറിയാലോ. ഇപ്പോൾ പിന്നെ യൂറോപ്പിലും അതുപോലെ അമേരിക്കൻ നാടുകളിലും ഒക്കെ ഈ ഒരു സംവിധാനവുമായി നടന്നിട്ടുള്ള ആളുകളുടെ അവസ്ഥ നമ്മളെപ്പോഴും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവരാണ്. അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് നിരന്തരമായി ബോധ്യപ്പെടുത്തിയിട്ട് പോലും പാഠപുസ്തകത്തിൽ അത് വന്നു എന്ന് പറയുന്നത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ അതിനോടനുബന്ധമായി പിന്നീട് ഇവരുടെ ഓരോ നീക്കങ്ങളും ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിദ്യാലയങ്ങളിൽ, ചെറിയ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ, കോളേജുകളിൽ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി നിരീക്ഷിക്കുക സ്വാഭാവികമാണല്ലോ. ആ നിലക്ക് നോക്കിയപ്പോഴാണ് ഈ ഏപ്രിൽ മാസം തന്നെ അധ്യാപകർക്ക് ഈ വെക്കേഷൻ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് കൊടുത്തിട്ടുള്ള മൊഡ്യൂളിൽ ഈ സുംബ ഡാൻസ് ഉണ്ട്. അപ്പോൾ സുംബ ഡാൻസ് ഉണ്ടായപ്പോൾ ആ സമയത്ത് തന്നെ യഥാർത്ഥത്തിൽ നമ്മളതിനെ പ്രതികരിച്ചിരുന്നു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഭാഗത്തുനിന്ന് TK അഷ്റഫ് ഖയുടെ ഭാഗത്തു നിന്നൊക്കെ ശക്തമായ പ്രതികരണം വന്നു. അങ്ങനെ 29ാം തീയതിയാണ് സ്പോട്ട് ലൈറ്റിൽ തന്നെ വിശദമായിട്ടുള്ള ചർച്ച നടന്നു. മാത്രമല്ല ആ ഏപ്രിൽ മാസം ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ പ്രമേയങ്ങളായിട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രമേയങ്ങളായിട്ട് ഒരുപാട് പത്രങ്ങളിലൊക്കെ സംഗതി വന്നതും ഇതിനെതിരെയാണ്. സൂംബ യഥാർത്ഥത്തിൽ അപകടമാണ് എന്ന രൂപത്തിൽ ഒരുപാട് പ്രമേയങ്ങൾ ആ സമയത്ത് നമ്മളെ പ്രാദേശിക സംഘടനകൾ, പ്രാദേശികമായ കമ്മിറ്റികൾ, അതുപോലെ ജില്ലാ കമ്മിറ്റികൾ, സംസ്ഥാന തലം വരെയുള്ള കമ്മിറ്റികളൊക്കെ അവരുടെ പ്രമേയങ്ങളായിട്ട് കൊടുത്തതും ഇതിനെതിരെയാണ്. എന്നിട്ടും ഇത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് പിന്നീടുണ്ടായത്. സ്വാഭാവികമായിട്ട് ഇത്രയെല്ലാം പ്രതികരിച്ചിട്ടും ഇതെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടും ഇതെല്ലാം മനസ്സിലാക്കി കൊടുത്തിട്ട് പോലും ഇതിൽ നിന്ന് പിന്നോട്ടില്ലാതെ ഈ ഒരു ആശയം അത് ശക്തമായി നടപ്പിലാക്കാനുള്ള ശ്രമം കണ്ടപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ കുറിപ്പ് ഇട്ടുകൊണ്ട് പ്രതികരിച്ചതാണ്. അപ്പോഴാണ് ഇതിങ്ങനെ ഒരു ഇത് വന്നത്. പടച്ചോൻ തൗഫീഖോടുകൂടി ഇപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്ന് റദ്ദ് ചെയ്തെന്നുള്ള വന്നു. അപ്പോഴേക്ക് തന്നെ സമൂഹം വലിയ സന്തോഷത്തിലാണ്. കാര്യങ്ങൾക്ക് അവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോരുത്തർക്കും. അതിനിടയിൽ ചില ആളുകളൊക്കെ സംസാരിക്കുന്ന വാക്കുകൾ കേട്ടാൽ വലിയ അത്ഭുതം തോന്നും. ഇപ്പോൾ ഒരു മതരംഗത്തുള്ള ആളുകളൊക്കെ അതിൽ കാര്യങ്ങളെ പഠിക്കാതെയാണ് ചിലരുടെ പ്രതികരണം വരിക. അതിലൊരു പ്രതികരണം എന്നെ വലിയ ആശ്ചര്യപ്പെടുത്തിയ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ, കുട്ടികളെ ആവേശഭരിതമാക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ളൊരു പദ്ധതിയാണ് എന്ന് പറയാൻ യാതൊരു തരത്തിൽ ലജ്ജയില്ലാതെ പറയാൻ അവർക്ക് സാധിക്കുന്നത് എങ്ങനെ എന്ന് നമ്മൾ ആലോചിച്ച് വേണം. ഒരു സമൂഹത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ സംസാരമാണത്. എന്നിട്ടാണ് പറയുന്നത് പൊടുന്നനെ പെട്ടെന്ന് എടുത്തുചാട്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങളിലൂടെ ഈ ഒരു പിന്നെ ധാർമ്മിക പോരാട്ടത്തെ നിസ്സാരമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർക്സിസവും അതുപോലെ കമ്മ്യൂണിസവും ലിബറലിസവും ഇതെല്ലാം കൂടിയായി മതം എന്ന് പറയുന്ന കാര്യങ്ങളെ, സംവിധാനങ്ങളെ ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യാൻ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടി കൊണ്ടുവരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും ഈ സൂംബ എന്നുള്ളത് മാത്രമല്ല യഥാർത്ഥത്തിൽ വിഷയമായിട്ടുള്ളത്. സൂംബ അതൊരു മഞ്ഞുമലയുടെ മുകൾ ഭാഗം മാത്രമാണ്. അതിന് താഴെ ലിബറലിസം കടത്തിക്കൊണ്ടുവരുന്ന, അത് കുട്ടികളിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു കൂട്ടായ്മ അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വിഷയങ്ങൾ ശരിയായി മനസ്സിലാക്കിയ ഓരോരുത്തരും അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ അതിനോട് പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിലെ ഒരു അപൊക്കമായി വിമർശനത്തെ കാണുന്ന ആളുകൾ പോലും ഈ ലിബറലിസത്തിന് എതിരല്ല, ലിബറലിസത്തിൻ്റെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് എതിരല്ല, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്ത ആളുകളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല.
മറിച്ച് ഈ ഒരു പ്രതികരണ രീതിയെക്കുറിച്ച് മാത്രമാണ് അവർ സംസാരിച്ചത് എന്ന് വിശ്വസിക്കാനാണ് യഥാർത്ഥത്തിൽ നമുക്കിഷ്ടം. ധാരാളം പ്രശ്നങ്ങളുള്ള വിഷയങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് എത്രമാത്രം ആഴമുണ്ട്, അതിന് പരപ്പുണ്ട് എന്നുകൂടി വിശകലന വിധേയമാക്കിയതിന് ശേഷമായിരിക്കണം നമ്മുടെ പ്രതികരണങ്ങൾ എന്നുകൂടി പിന്നെ ഇവിടെ ഈ ഒരു സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഹിലാൽ ഇതിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇല്ല, ഒരു രസകരമായിട്ട് പറയുകയാണെങ്കിൽ ഈ പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ കുട്ടികൾ ആടുമ്പോൾ അവരുടെ ശരീരം വളകുന്നതാണ് ഇവർ പുറമേ നിന്ന് കാണുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത് ഇവിടെയുള്ള ട്രഡീഷണൽ മതപരമായിട്ടുള്ള പിന്നെ വാല്യൂസ്, മൂല്യങ്ങൾ, ഇവിടെയുള്ള സംസ്കാരം, ഇവിടെയുള്ള ലജ്ജ, ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ആണിക്കൽ ഇളക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ശരീരം മാത്രമല്ല ഇളകുന്നത്, ഇതിൻ്റെയൊക്കെ ആണിക്കൽ ഇളക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ പ്രതികരണം വരുന്നുള്ളതാണ്. ഈ പ്രതികരിച്ച ആളുകളുടെ കൂട്ടത്തിൽ മത രംഗത്തുള്ള ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ മാത്രമല്ല പ്രതികരിച്ചത്. ഇത് ഒഫീഷ്യലായി ഇതിൻ്റെ ട്രെയിനിങ് നടത്തുന്ന ജിൻ മെമ്പേഴ്സ്, അങ്ങനെയല്ല അതിൻ്റെ പേര്, ജിൻ മെമ്പേഴ്സ്, അവരും ഇത് പ്രതികരിച്ചിട്ടുണ്ട്. അവർ പ്രതികരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിങ്ങനെ ഒരു ദിവസം കൊണ്ട് ട്രെയിനിങ് കൊടുത്ത് അധ്യാപകർക്ക്, ഈ അധ്യാപകരെന്ന് പറഞ്ഞാൽ പിന്നെ പലപ്പോഴും ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളുകളല്ല, പിന്നെ ഒരു വിമർശനമായി പറയല്ല, ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളുകളല്ല. ശരീരം എന്ന് പറഞ്ഞാൽ അത് വയറൊക്കെ നല്ലോണം ചാടിയ ആളുകളും കൊഴുപ്പൊക്കെ കൂടിയ ആളുകളൊക്കെ അടക്കമുള്ള ആളുകൾ ഉണ്ടായിട്ട് അവരൊരു ദിവസം പോയി ഇതിൻ്റെ ട്രെയിനിങ് നടത്തി അത് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അത് പ്രത്യേകമായി മനസ്സും ശരീരവും ഒക്കെ കേന്ദ്രീകരിച്ച് വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ അവർ പത്രത്തിൽ ന്യൂസായിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഇത് തീർച്ചയായും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും എന്നൊരു വിമർശനം കൂടി ഒരു വശത്ത് യഥാർത്ഥത്തിലുണ്ട്. അപ്പോൾ ആ രൂപത്തിലും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാംസ്കാരികമായി കുട്ടികളെ മൂല്യച്യുതിയിലേക്ക് നയിക്കും എന്ന ഒരു പേടി മാത്രമല്ല, ഇത് കുട്ടികളുടെ ആരോഗ്യത്തെ തന്നെ ശരിക്കും ബാധിക്കും എന്നൊരു പേടി കൂടി ഇതിനെ വിമർശിക്കുന്ന അധ്യാപകർക്ക്, ഇതിനെ വിമർശിക്കുന്ന രക്ഷിതാക്കൾക്കുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അതിൽ ഈ പിന്നെ ജിൻ മെമ്പേഴ്സില്ലേ, അവരുടെയൊക്കെ വിമർശനത്തിൽ വന്നൊരു കാര്യം, ഇപ്പോൾ ജിംനേഷ്യത്തിൽ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ചെറിയ കുട്ടികൾ ജിംനേഷ്യത്തിൽ പോയിട്ട് അവിടുത്തെ പിന്നെ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഒരു ബോഡി ഫിറ്റ്നസ്സിന് വേണ്ടി ശ്രമിക്കോ, അങ്ങനെ ആരെങ്കിലും സമ്മതിക്കോ എന്നതുപോലെ ഒരു മുതിർന്ന ആളുകൾ ചെയ്യേണ്ടതാണെന്നുള്ള വിമർശനം അതിൽ പറയുന്നുണ്ട്. അതുപോലെ ഇനി ബോഡി ഫിറ്റ്നസ്സും അതുപോലെ ശാരീരിക ക്ഷമതയും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കായിക രംഗത്തുള്ള അധ്യാപകർ വളരെ കുറവാണ്. ഇപ്പോൾ LP സ്കൂളിൽ കായിക അധ്യാപകരില്ല. ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാനൊരു അധ്യാപകനാണ്, അതിൽ കായിക അധ്യാപകരില്ല. ഈ പിന്നെ ഹയർ സെക്കൻഡറിയിലൊക്കെ തന്നെ ആയിരക്കണക്കിന് കുട്ടികൾ ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ഒരു സ്കൂളിൽ തന്നെ. അതുപോലെ LP സ്കൂളിലുണ്ട്. അവരെ കായികമായി പരിശീലിപ്പിച്ച് കൊണ്ടുവരാനുള്ള എന്ത് സംവിധാനമാണ് കേരളത്തിലുള്ളത്? അതൊക്കെ ശരിയാക്കിയിട്ട് പോരെ ഇതുപോലെയുള്ള പിന്നെ അനാവശ്യമായ ഇത്തരം സംവിധാനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ? ഈ TK അഷ്റഫിൻ്റെ നാട്ടിൽ നടന്ന ഒരു പ്രതിഷേധ സംഗമത്തിൽ ഒരു അവിടുത്തെ ക്ലബിൻ്റെ ഒരു മെമ്പർ സംസാരിക്കുന്ന സംസാരം കേട്ടു. ഇവർ കായിക വിനോദങ്ങൾക്കെതിരാണോ, കായികാഭ്യാസങ്ങൾക്കെതിരാണോ എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരം പറയണത് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാകാൻ അതിൻ്റെ മിഷൻ ഒക്കെ രൂപീകരിക്കുന്നിടത്ത് ഒരു പ്രധാന പങ്ക് വഹിച്ച ആളാണ് TK അഷ്റഫ്. മാത്രമല്ല അതിന് ആദ്യമായി സംഭാവന എൻ്റെ വകയാകട്ടെ എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ടിലെ 2 സെൻറ്റിൻ്റെ പണം ഞാൻ തരാം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിന് പൈസ ആദ്യമായിട്ട് കൊടുത്ത ആളാണ് അദ്ദേഹം എന്നൊക്കെ വളരെ വൈകാരികമായി ആ ഒരു പ്രതിഷേധ സംഗമത്തിലെ ഒരു സുഹൃത്ത് സംസാരിക്കുന്നതും കേട്ടു. ശരി, എന്തായാലും ഇതൊരിക്കലും ഒരു പുരോഗമന ആശയങ്ങൾക്ക് എതിരായി വരിക എന്നതല്ല. കുട്ടികൾക്ക് ഗുണപ്രദമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് നമ്മളെല്ലാവരും യോജിപ്പാണ്. എന്നാൽ അത് നിർബന്ധപൂർവം എല്ലാവരും ചെയ്യേണ്ടതാണ് എന്ന് ഒരു ജനാധിപത്യ വിരുദ്ധമായി സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് അത് നടപ്പിലാക്കരുത് എന്ന് അപേക്ഷിക്കാനും, അങ്ങനെ നിർബന്ധപൂർവം നടപ്പിലാക്കുകയാണെങ്കിൽ ഞാനതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരാൾക്കുണ്ട്, ഒരു രക്ഷിതാവിനുണ്ട് എന്ന്, എൻ്റെ കുട്ടിയെ അതിൽ പങ്കെടുപ്പിക്കരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു രക്ഷിതാവിനുണ്ട് എന്ന ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും എല്ലാവരുടെയും താല്പര്യങ്ങളും അവരുടെ വിശ്വാസങ്ങളും ലോകവീക്ഷണവും ജീവിത കാഴ്ചപ്പാടുകളുമൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാടുകളും തീരുമാനങ്ങളും എടുക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഈ ഒരു സമയത്ത് പ്രത്യേകമായി നടത്തുകയാണ്.